ഹലോ, എൻ്റെ പേര് ശ്രീഹരി. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നുണക്കുഴീനെ പറ്റിയാണ്. നുണക്കുഴി ഞാൻ മൂന്നാമത് കണ്ട സിനിമയാണ്. അതായത് 3 സിനിമയും ആദ്യത്തെ ദിവസം തന്നെ കണ്ടിരുന്നു. അതിൽ മൂന്നാമത്തെ സിനിമയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് അത് വർക്കായി. ലോജിക്ക് എന്ന് പറയുന്ന സംഭവം മാറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുമ്പം അയ്യോ ഇങ്ങനെയൊക്കെ അയാളുടെ ജീവിതത്തിൽ നടക്കാമല്ലേ, അല്ലെങ്കിൽ അയ്യോ ഇത് നടന്നാലോ, അയ്യോ അപ്പം എങ്ങനെ വരും, അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഇല്ലേ, ഇല്ലോജിക്കലായിട്ടുള്ള കുറേ സിറ്റുവേഷൻസ്. അതവർ അത്യാവശ്യം കോമഡിയും ഹ്യൂമറും ഒക്കെ ചേർത്ത് ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി അതിൻ്റെ സ്റ്റോറിയാണ്. അവരത് എങ്ങനെ എഴുതും, അല്ലെങ്കിൽ കുറേ സീരീസ് ഓഫ് ഇൻസിഡൻസ് നടക്കുന്നുണ്ട്, ഒരു 2-3 സിറ്റുവേഷൻസ് നടക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻസ് പാരലി നടക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ അവസാനം കണക്ട് ചെയ്ത് ഒന്നിക്കണമല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഉണ്ടാവണമല്ലോ. ആ കൺക്ലൂഡ് ചെയ്ത രീതിയും ആ കൺക്ലൂഷനോട്ട് വന്ന രീതിയും ഇതെല്ലാം എനിക്ക് വർക്കായി. അത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് കുറച്ച് വർക്കായി. ആ സിനിമ പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങളും അത് പറയാൻ ഉദ്ദേശിച്ച കുറച്ച് ഹ്യൂമർ എലമെൻറ്റ്സും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഫാമിലി ഓഡിയൻസ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ പോയി കാണുവാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. നല്ല പാടാകട്ടെ ഇങ്ങനത്തെ സ്റ്റോറിയൊക്കെ എഴുതാൻ. അത് ഒരിക്കലും എളുപ്പമല്ല. നമുക്ക് അങ്ങനത്തെ 2-3 ഇൻസിഡൻസ് ഒക്കെ കാണണം. നമ്മൾ പണ്ട് വെട്ടം എന്ന സിനിമയൊക്കെ കണ്ടിട്ടുള്ളവരല്ലേ. വെട്ടമൊക്കെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സിനിമയാണ്. അങ്ങനത്തെ സിനിമയായിട്ട് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യുമല്ല. പക്ഷേ അതുപോലൊരു ട്രൈ ഇവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും ആൾക്കാരൊന്നും ഇല്ല, അത് ഭയങ്കര പാടാണ്. അത് നമ്മൾ ഈ ഒരു കിണത്തിൽ കൂട്ടുക വേണ്ട, കുറച്ചും കൂടി മിനിമലൈസ് ചെയ്ത ആൾക്കാരെ വെച്ച് ഇവർ ട്രൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെയായിട്ട് കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്, നല്ല പെർഫോമൻസുകളുണ്ട്. എസ്പെഷ്യലി ഇവർ സീനിയർ ആയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ, ഞാൻ എപ്പോഴും പറയുന്ന ഒരാൾ സിദ്ദിഖ്, അദ്ദേഹമൊക്കെ എന്ത് റോൾ ഇങ്ങ് താന്ന് പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനൊക്കെ ഇങ്ങനത്തെ റോള് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുള്ളി വെടിപ്പായിട്ട് പ്രവർത്തിച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ അഭിനയിച്ച് കൈ തരും. ഒരു മോൾഡിങ് മെറ്റീരിയലാണ് ഈ സിദ്ദിഖൊക്കെ. ഇതിൽ കംപ്ലീറ്റ് സ്കോർ ചെയ്തത് അത് ബേസിലിനേക്കാളും ഒക്കെ കംപ്ലീറ്റ് സ്കോർ ചെയ്ത് എനിക്ക് തോന്നുന്നത് ബൈജു ചേട്ടനാണ്. പുള്ളിക്കാരൻ ശരിക്കും റിയൽ ലൈഫിൽ ഒരു പോലീസ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കും, അതൊക്കെ തന്നെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നല്ല നല്ല റാപ്പോയാണ് ഇവർ തമ്മിൽ. അതായത് ഒരു സംഭവം അങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചൊരു സാധനം ഒരു പ്രത്യേക എക്സ്പ്രഷനിലൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കോമഡിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് ഉരുളക്കുപ്പേരി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ റിട്ടേൺ പ്രതീക്ഷിക്കുന്നവർക്ക് അവർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ പെർഫോമൻസിൽ നേരത്തെ പറഞ്ഞ 2 പേര്, ഇവരാണ് കംപ്ലീറ്റ് ഒരു സിനിമയുടെ ഹൊററും പോട്ടെ ഹ്യൂമർ എലമെൻറ്റ് കൊണ്ടുവരുന്നത്. പിന്നെ ബേസിൽ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളിക്ക് ഇങ്ങനത്തെ റോളൊക്കെ ഒരു ഫാമിലി മാൻ ആയി പുള്ളി ഒരു ഫാമിലി ഓഡിയൻസിൻ്റെ ഒരു കൈവെള്ളയിലാക്കിയിട്ടുണ്ട്. അതൊരു കഴിവാണ് കേട്ടോ, അത് എളുപ്പമല്ല. മനോജ് കെ ജയൻ ഇവർക്കൊരു സാധനം കൊടുത്ത്. മനോജ് ചേട്ടൻ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ റോളൊന്നും ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് ഹ്യൂമർ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറേയൊക്കെ വിജയിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ അസീസിക്ക, ബിനു പപ്പു, അവരൊക്കെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു റോള്. പിന്നെ ഗ്രേസ് ആൻ്റണി ഒരു ക്യൂരിയോസിറ്റി ക്യാരക്ടേഴ്സൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം നല്ലതായിരുന്നു. കണ്ടവരൊക്കെ, നമ്മൾ കണ്ട മുഖങ്ങളെല്ലാം അതൊക്കെ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ളവരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കല്ലുകടി ഒന്നും ഉണ്ടായിരുന്നില്ല അഭിനയത്തിലല്ല. ഒരു സംഭവം കൊടുക്കുമ്പം അവിടുന്ന് അപ്പുറത്തുനിന്ന് ഒരു റിപ്ലൈ വരും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റെസ്പോൺസ് വരുന്ന രീതിയിൽ ഒരു ജോളി ടൈപ്പിലാണ് അവർ ആ ഒരു മൂവി എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു ദിവസം നടക്കുന്നൊരു കഥയാണ്, അതവർക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയാവാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വേറൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യണ്ട. ഇതൊരു ഇൻഡിവിജ്വൽ സിനിമയാണ്. ആ ഒരു ഇൻഡിവിജ്വൽ രീതിയിൽ കുറച്ച് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം നമുക്ക് കണക്റ്റ് ആയാൽ മതി. ലോജിക്ക് ഒന്നും നോക്കണ്ട. ഇവിടെ ലോജിക്ക് വെച്ച് നോക്കാനുള്ളതൊന്നുമില്ല. ഇങ്ങനെ തന്നെ നടക്കും, അങ്ങനെയൊന്നുമില്ല. റിയലിസ്റ്റിക് അല്ല ഈ പടം. പിന്നെ നമുക്ക് ആ ഒരു മ്യൂസിക് പോർഷൻസിലോട്ടൊക്കെ വരുവാണെങ്കിലും അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി വരുന്നുണ്ട്. ഇവർ പറയുന്ന നുണയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു സംഭവങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ മെനക്കെട്ട് പണിയെടുത്തിട്ടുണ്ട് എല്ലായിടത്തും. സ്ക്രിപ്റ്റ് കേട്ടോ, അത് ഒന്നുകൂടെ എടുത്ത് പറയണം. ആ പേര് KR കൃഷ്ണകുമാർ. അദ്ദേഹം ഓൾറെഡി ജിത്തു ജോസഫ് സാറിൻ്റെ സിനിമകളിലൊക്കെ കഥ എഴുതിയിട്ടുള്ള ആളാണ്. പുള്ളിക്കാരൻ നല്ല ഒരു അടിപൊളിയായിട്ടുണ്ട്. അതെന്തായാലും സിനിമയെപ്പറ്റി നെഗറ്റീവ് പറയാനായിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പറയാനാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടെ ഒന്ന് പേസിൽ പോകാമായിരുന്നു, കുറച്ചും കൂടെ ഒന്ന് ധൃതിയിൽ അല്ലെങ്കിൽ പടപടയിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടായിരുന്നു. കുറച്ചൊരു ലേശം ലാഗിങ് ആയിട്ട് തോന്നി. അതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് കിഡിലനായിരുന്നു. നമ്മൾ കുറേ ചിരിച്ചു വെച്ചാൽ ഞാൻ ആ ഒരു ഓഡിയൻ ആസ്പെക്റ്റിൽ കണ്ടതാണ്. പ്രത്യേകിച്ച് ഇവരൊക്കെ അവസാനം എല്ലാവരും കൂടി ഒരു സംഭവത്തിലൊക്കെ വരുന്നൊരു സാധനമുണ്ട്. അതായത് ഇവരൊക്കെ ഒന്നിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. എവിടെയൊക്കെയോ അൺപ്രഡിക്റ്റബിൾ ആവുന്നുണ്ട്, എവിടെയൊക്കെയോ പ്രെഡിക്റ്റബിൾ ആവുന്നുണ്ട്. ഇനി ഇത് നടക്കും എന്നുള്ളത് നമ്മൾ പോകെ മനസ്സിലാക്കും. നമുക്കത് മനസ്സിലാവും കേട്ടോ. കോമഡി മൂവിയൊക്കെ കണ്ട് കുറച്ച് ചിരിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയെ പറ്റി എൻ്റെ ചെറിയ അഭിപ്രായം. നിങ്ങൾക്ക് ചിലപ്പം ഈ അഭിപ്രായം ആയിരിക്കണം എന്നില്ല.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിച്ചേക്കണേ. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് റിവ്യൂ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ആഴ്ച കാണാം. ബൈ.